സുറബീസ് ഡെയിലി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കപ്പ കൊണ്ടുള്ള റെസിപ്പി ആയിട്ടാണ്. കപ്പ വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള വിഭവങ്ങളും ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കപ്പ വെച്ചിട്ട് ഒരു നല്ലൊരു അടിപൊളി ഫൂഫു ഫിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ഫൂഫു ഫിൽസ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി നാരുകളൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്ത് ഉടയ്ക്കാൻ രൂപത്തിൽ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അതിലേക്ക് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കിലോ അളവിൽ ചിക്കൻ, എല്ലില്ലാത്ത ചിക്കനും വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും മല്ലിച്ചപ്പും കറിവേപ്പിലയും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലില്ലാതെ വേവിച്ച് വെച്ചതാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് ഒന്ന് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലില്ലാതെ ശ്രദ്ധിക്കണം, എല്ലില്ലാതെയാണ് ഇത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മസാല കുറച്ച് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു സ്പൂണ് അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ചെറിയതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള, അത് നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നിറം നന്നായിട്ട് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഉള്ളി ഇതാ നന്നായിട്ട് നമുക്ക് റെഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 പച്ചമുളക് കേട്ടോ, അതും കൂടി ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഇതാ നമുക്കത് ഉള്ളി സവാളയൊക്കെ നന്നായി റെഡി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാൻ ചിക്കന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ചേർത്ത് കൊടുത്താണ്. അപ്പോൾ അത്യാവശ്യം എരിവ് അതിലുണ്ടാവും. ഇനി നമുക്കിതാ നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് നമുക്ക് മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കണം കേട്ടോ. മസാലയും ചിക്കനും കൂടിയായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ചിക്കന് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടതുകൊണ്ട് ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും. അതുപോലെ തന്നെ മസാല വാട്ടുന്ന സമയത്ത് ഉള്ളിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് യോജിക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം മസാലയൊക്കെ എല്ലാ ചിക്കനിലും പിടിച്ച് നന്നായി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വെന്ത് വന്ന ചിക്കൻ ആയതുകൊണ്ട് ഇനി വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊന്ന് ഫ്രൈ ആകുന്നവരെ ഒന്ന് അങ്ങോട്ടും ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. മസാലയൊക്കെ ഒന്ന് റെഡി ആയി കിട്ടുന്നത് വരെ. ഇതാ നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് റെഡി വന്നിട്ടുണ്ട്. ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് നല്ല റെഡി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് നല്ലൊരു മൈദമാവ് കുഴച്ച രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. നമുക്ക് അത് കണ്ടില്ലേ, നമുക്ക് കപ്പ നന്നായിട്ട് വെന്ത് വന്ന കപ്പയായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് ഉടച്ച് മൈദമാവ് കുഴച്ച് അതേ രൂപത്തിലായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമ്മൾ നന്നായിട്ടത് ഉടച്ചെടുക്കണം. അത് കണ്ടില്ലേ, നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്.
ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് നല്ല സോഫ്റ്റായി കിട്ടാനും നല്ല ഉരുളയായിട്ടൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇതിൽ നാരുകളോ കഷ്ണങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് മൈദമാവ് പോലെ ആയി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച രീതിക്ക് നമുക്ക് ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല ഒരു കട്ട്ലറ്റിൻ്റെ ഒക്കെ ആകൃതിയിൽ നല്ല രീതിക്ക് നമ്മളൊന്ന് കയ്യിൽ വെച്ചിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് വെള്ളം തൊട്ടാലും മതി. അങ്ങനെ നമുക്ക് പരത്തിയെടുക്കണം കേട്ടോ. എന്നാൽ ഇതുപോലെ പരത്തി വെക്കുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി എണ്ണ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മുരുമുരുങ്ങനായി കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ മേലെ സോഫ്റ്റായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കൊന്ന് മുരുമുരുങ്ങനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളത്. ഇനി എണ്ണ ഇഷ്ടമല്ലാത്തവർക്ക് എണ്ണ ഒഴിക്കണമെന്നില്ല. അപ്പോൾ കണ്ടില്ലേ, രണ്ട് സൈഡും വെന്ത് നന്നായിട്ടത് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളു നല്ല സോഫ്റ്റായിട്ടും രണ്ട് സൈഡും നല്ല മുരുമുരുങ്ങനായിട്ട് നല്ല വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ ഇതൊക്കെ നമുക്ക് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസിനും കൂടി ആവശ്യമുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ചിക്കനും മയോണൈസും ഒക്കെ കൂടിയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ഷവർമ്മ കഴിക്കുന്ന അതേ ടേസ്റ്റൊക്കെ ആട്ടോ നമുക്ക് കിട്ടും. നല്ലൊരു രുചിയാണ്. ഇനി ഇതിലേക്ക് ചില്ലി സോസോ സോയ സോസൊക്കെ ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്നും ചേർക്കുന്നില്ല. മയോണൈസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മസാല നിറച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നടുവശം നമുക്കൊന്ന് ഒരു സൈഡ് മുറിച്ച് നടുവരെ നമുക്കൊന്ന് ഉൾഭാഗം തുറന്ന് കൊടുക്കാം. ഫുള്ളായിട്ട് മുറിച്ച് കൊടുക്കരുത്, ഒരു സൈഡ് മാത്രം കണ്ടോ, ഇതുപോലെ ഒരു സൈഡ് മാത്രം തുറന്ന് ഉള്ളിലേക്ക് നമുക്കൊരു പോക്കറ്റ് പോലെ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മസാല ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്കിത് മസാല നിറച്ചതിന് ശേഷം ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയായിട്ട് ഉണ്ടാവുക മസാല നിറച്ച് കഴിഞ്ഞതിന് ശേഷം. ഇനി നമുക്ക് മസാല നിറച്ചതിന് ശേഷം മാറ്റി വെക്കാം കേട്ടോ. അതുപോലെ നമുക്ക് ഓരോന്ന് ഞാൻ ഇതുപോലെ സൈഡ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് നമുക്ക് മസാല ഓരോ സ്പൂൺ വീതം അങ്ങനെ നിറച്ച് കൊടുക്കാം കേട്ടോ. മസാല നിറച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉള്ളിലേക്ക് ആയിപ്പോയിട്ട് പൊട്ടി പോകാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഉള്ളിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ മസാല ഫില്ലാക്കി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ഫിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കും വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഷവർമ്മയുടെ ഒക്കെ മസാലയായിട്ട് നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇത് മയോണൈസും സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.